ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും നന്ദി പറഞ്ഞ് മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. പ്രാർത്ഥനകൾ ഫലം കണ്ടുവെന്ന് ഹൈദരാബാദിൽ മഹേഷ് നാരായൺ ചിത്രം പാട്രിയറ്റിന്റെ ഷൂട്ടിങ്ങിനെത്തിയ മമ്മൂട്ടി പറഞ്ഞു. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളല്ലേ, അത് ഫലം കിട്ടുമെന്ന് തന്നെയാണ് എനിക്കത്. സന്തോഷം എല്ലാവർക്കും. നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും. തെലങ്കാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഹെഡ് ഓഫീസായ ബസ് ഭവനിലാണ് ലൊക്കേഷൻ. 250 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമാ ആസ്വാദകർക്ക് ആവേശമായി മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവ്. ഷൂട്ടിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു 45-50 ദിവസത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്തത്. ഇവിടെ ഒരു 6 ദിവസം, അത് കഴിഞ്ഞാൽ UK ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഇനി കുഞ്ചാക്കോ ഉണ്ട്, ചാക്കോച്ചനുണ്ട്, പിന്നെ മറ്റ് പ്രകാശ് ബലവാടി സാറുണ്ട്, അങ്ങനെ കുറച്ച് ആളുകൾ. ഹൈദരാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഭ്രമയുഗം, നൻപകൽ നേരത്ത് മയക്കം, പുഴു, കാതൽ, അങ്ങനെ അഭിനയം കൊണ്ട് നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് പെട്ടെന്നൊരു ദിവസം അസുഖബാധിതനായി സിനിമയിൽ നിന്ന് നടൻ മമ്മൂട്ടിക്ക് ഒരു ഇടവേള എടുക്കേണ്ടി വന്നത്. അങ്ങനെ നീണ്ട 250 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സിനിമാഭിനയം പുനരാരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ബസ് ഭവനിലാണ്. ഇവിടെയാണ് പാട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷൻ. രാവിലെ നിറഞ്ഞ പുഞ്ചിരിയോടെ വളരെ സന്തോഷത്തോടെയാണ് മമ്മൂട്ടി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇങ്ങോട്ടേക്ക് എത്തിയത്. പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി, പ്രാർത്ഥനകൾ ഫലം കണ്ടു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അങ്ങനെ സിനിമാഭിനയത്തിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ ആവേശമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിൽ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇവിടെ 6 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രീകരണമുള്ളത്. 2 ദിവസം കഴിഞ്ഞാൽ കുഞ്ചാക്കോ അടക്കമുള്ളവർ ഈ സിനിമയുടെ ഭാഗമായി ചിത്രീകരണത്തിൽ ചേരും. നാളെ സിനിമയുടെ ടീസർ കൂടി പുറത്തിറങ്ങാൻ പോകുന്ന ദിവസമാണ്. മോഹൻലാൽ മമ്മൂട്ടി കോംബോ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ നയൻതാര, ഫഹദ് ഫാസിൽ, അങ്ങനെ പ്രമുഖരായ വലിയ താരങ്ങൾ നിരവധിയുള്ള ഒരു സിനിമയാണ് പാട്രിയറ്റ്. അതിൻ്റെ ഡൽഹി ഷെഡ്യൂൾ നടക്കുന്ന സമയത്താണ്, ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ഒരു അസുഖം വരികയും അദ്ദേഹത്തിന് അഭിനയത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കേണ്ടി വന്നത്. ഏതായാലും ഇവിടെ 6 ദിവസത്തെ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം വിദേശത്തടക്കം അദ്ദേഹത്തിന് ചിത്രീകരണമുണ്ട്. അങ്ങനെ സിനിമയിലേക്ക് കൂടുതൽ സജീവമായി പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹം മടങ്ങിയെത്തുന്നു എന്നത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളികൾക്കാകെ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. ഹൈദരാബാദിലെ ബസ് ഭവനിൽ നിന്നും ലൊക്കേഷനിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.